നമസ്കാരം. ഗാനമേളയിൽ ഗണഗീതം പാടിയതിന് പരിപാടി അലങ്കോലപ്പെടുത്തി ഡിവൈഎഫ്ഐ നടത്തിയ പ്രതിഷേധങ്ങൾക്ക് പുതുമാനം. കണ്ണൂർ കണ്ണാടിപ്പറമ്പ് മുത്തപ്പൻ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഗാനമേളയാണ് ഡിവൈഎഫ്ഐക്കാർ അലങ്കോലപ്പെടുത്തിയത്. തൃശൂർ പാട്ട് ഫാമിലിയുടേതായിരുന്നു ഗാനമേള. പരമപവിത്ര എന്നു തുടങ്ങുന്ന ഗാനം പാടുന്നതിനിടെ ഡിവൈഎഫ്ഐക്കാർ സ്റ്റേജിൽ ഇരച്ചു കയറുകയായിരുന്നു. RSSന്റെ ഗണഗീതമാണ് ഇതെന്ന് പറഞ്ഞാണ് ഇവർ ബഹളമുണ്ടാക്കിയത്. പിന്നാലെ ഡിവൈഎഫ്ഐക്കാർ പ്രദേശത്ത് സംഘർഷമുണ്ടാക്കുകയും ചെയ്തു. ദേശഭക്തി ഗാനങ്ങളിലൂടെയും ഹിന്ദുഭക്തി ഗാനങ്ങളിലൂടെയും ശ്രദ്ധ നേടിയവരാണ് തൃശൂർ പാട്ട് ഫാമിലി. സോഷ്യൽ മീഡിയയിലും ഇവർക്ക് വലിയ ആരാധകരുണ്ട്. അതിനാൽ തന്നെ ഗാനമേള കേൾക്കാൻ വലിയ ജനക്കൂട്ടം ഇവിടെയുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഡിവൈഎഫ്ഐക്കാരുടെ അഭ്യാസം. പാട്ട് ഫാമിലി മുസ്ലിം കുടുംബമാണ്. അയ്യപ്പ ഭക്തി ഗാനങ്ങളിലൂടെ ജനഹൃദയങ്ങൾ കീഴടക്കിയ ഒരു മുസ്ലിം കുടുംബമാണ് പാട്ട് ഫാമിലി. വൃശ്ചിക മാസത്തിലെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ അയ്യപ്പ ഭക്തി ഗാനങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിലും വേദികളിലും തരംഗമായി മാറുകയായിരുന്നു തൃശൂരിൽ നിന്നുള്ള ഈ കുടുംബം. പാട്ട് ഫാമിലി എന്ന പേരിൽ അറിയപ്പെടുന്ന സജിൻ, ഭാര്യ നിഷാദ്, അതുപോലെ മകൾ ദിൽരു എന്നിവരാണ് മനോഹരമായ ആലാപനത്തിലൂടെ ജാതിമത ഭേദമന്യേ ലക്ഷക്കണക്കിന് ആളുകളുടെ സ്നേഹം പിടിച്ചുപറ്റുന്നത്. സോളോ റീലുകളിലൂടെയാണ് സജിൻ തുടക്കമിട്ടതെങ്കിലും മകൾ ദിൽരുവിനെ കൂടി ഉൾപ്പെടുത്തി പാടിയ അയ്യപ്പ ഭക്തിഗാനമാണ് ഈ കുടുംബത്തിന് വലിയ വഴിത്തിരിവായത്. ഉദിച്ചുയർന്നു മാമലമേലെ ഉത്രം നക്ഷത്രം എന്ന വിഖ്യാത ഗാനം അച്ഛനും മകളും ചേർന്ന് പാടിയപ്പോൾ അത് വൈറലാവുകയും പാട്ട് ഫാമിലി എന്ന കോൺസെപ്റ്റ് ജനങ്ങളിലേക്ക് എത്തുകയും ചെയ്തു. സംഗീതത്തെ തന്റെ ജീവനായി കാണുന്ന നിഷാദ് 14-ാം വയസ്സ് മുതൽ ഗാനമേളകളിൽ സജീവമാണ്. ഒട്ടേറെ പ്രതിസന്ധികൾ മറികടന്നാണ് ഈ കുടുംബം ഇന്നത്തെ നിലയിൽ എത്തിയത്. തങ്ങളുടെ 23 വർഷത്തെ കലാജീവിതത്തിൽ കിട്ടാത്ത സ്വീകാര്യതയാണ് മകൾ ദിൽരു കൂടി ചേർന്നതോടെ കഴിഞ്ഞ 2 വർഷം കൊണ്ട് ലഭിച്ചതെന്ന് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു. അയ്യപ്പ ഭക്തിഗാനങ്ങൾ പാടുമ്പോൾ ലഭിക്കുന്ന ആ ഒരു പ്രത്യേക അനുഭൂതിയാണ് ആളുകളെ തങ്ങളിലേക്ക് ആകർഷിക്കുന്നതെന്ന് കുടുംബം പറയുന്നു. വൃശ്ചിക മാസത്തിൽ തിരക്കേറിയ പരിപാടികളുമായി കേരളത്തിലെമ്പാടും ഇവർ സജീവമാണ്. GCC രാജ്യങ്ങളിലും ഇവർക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. സജിൻ ഒരു നാടക നടനും എഴുത്തുകാരനും ഗായകനുമാണ്. പാട്ടിനെ സ്നേഹിക്കുന്ന ഒരു പങ്കാളിയെ വേണമെന്ന നിഷാദിന്റെ ആഗ്രഹമാണ് സജിനുമായുള്ള വിവാഹത്തിലെത്തിയത്. ദിൽരു ആവട്ടെ ഡാൻസിനോടുള്ള താല്പര്യത്തിൽ നിന്നാണ് ഇപ്പോൾ പാട്ടിലേക്ക് ചുവട് വെച്ചിരിക്കുന്നത്. മതസൗഹാർദ്ദത്തിന്റെ വലിയൊരു ഉദാഹരണമായി ഈ കുടുംബം പാടിയ അയ്യപ്പ ഭക്തിഗാനങ്ങൾ ഇന്നും സോഷ്യൽ മീഡിയയിൽ തരംഗമായി തുടരുകയാണ്. ഈ കുടുംബമാണ് കണ്ണൂർ കണ്ണാടിപ്പറമ്പ് മുത്തപ്പൻ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തിനും ഗാനമേളയ്ക്ക് എത്തിയത്. തീർത്തും ഭക്തിസാന്ദ്രമായിരുന്നു പരിപാടി. അതിനിടയ്ക്കാണ് ഡിവൈഎഫ്ഐക്കാർ പ്രശ്നമുണ്ടാക്കിയത്. ആ ഗാനത്തെ ഗണഗീതം എന്ന തരത്തിലാണ് ഡിവൈഎഫ്ഐ കണക്കാക്കുന്നത്. ഈ പാട്ട് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും പാട്ട് ഫാമിലി അത് പൂർത്തിയാക്കി. പ്രശ്നമുണ്ടാക്കാൻ വന്നവരെ അവിടെയുണ്ടായിരുന്നവർ കൈകാര്യം ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഈ വിഷയം സംസ്ഥാന തലത്തിൽ തന്നെ ചർച്ചാ വിഷയമായി മാറി.